ഹരേ കൃഷ്ണ. ഏകാദശി വരുന്നു, അന്നദ ഏകാദശി. ഇത്തവണ ഏകാദശി 2 ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുന്നത്. ഒന്ന് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച, രണ്ടാമത്തേത് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച. വിശദമായിട്ട് തന്നെ കേൾക്കണം. കാരണം എവിടൊക്കെയാണ് ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്, എവിടൊക്കെയാണ് 30 ആചരിക്കുന്നതെന്ന് പറയാം. ഭാരതത്തിൽ 2024 ഓഗസ്റ്റ് 29 1:19 രാവിലെ വെളുപ്പിനെ 1:19 ഏകാദശി തിഥി തുടങ്ങി ഓഗസ്റ്റ് 30 1:17 വെളുപ്പിനെ 1:17 ഏകാദശി തിഥി അവസാനിക്കും. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഇത്തവണത്തെ മഹാദ്വാദശി പക്ഷവർദ്ധിനി മഹാദ്വാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിൽ ഏകാദശി ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ആകുമ്പോൾ 29 ശുദ്ധാഹാരത്തിലിരുന്ന് 30 ഏകാദശിയായിട്ട് നമ്മൾ ആചരിച്ച് 31 പാരണ വീടണം. ഭാരതത്തിൽ എല്ലാം ഓഗസ്റ്റ് 30 ഏകാദശി. ഇനി 29 ഏകാദശി എടുക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളായ ദോഹ, കുവൈറ്റ്, ദുബായ്, അബുദാബി, ബഹ്റിൻ, സൗദി അറേബ്യ, ഇത്രയും സ്ഥലങ്ങളിൽ 29 ഏകാദശി, 30 പാരണ വീടണം. എന്നാൽ നമ്മൾ സ്ഥിരമായി പറയുന്ന മസ്കറ്റ് അല്ലെങ്കിൽ ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരതത്തിലെ പോലെ 30 ഏകാദശി, 31 പാരണ വീടേണ്ടത്. നമ്മൾ ഏകാദശി തിഥി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. രാത്രിയിൽ 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ ആ 12 മണിയോട് അടുപ്പിച്ചാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയവ്യത്യാസത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ സ്ഥിരമായി പറയുന്ന ദോഹ, കുവൈറ്റ്, ദുബായ്, അബുദാബി, ബഹ്റിൻ, സൗദി അറേബ്യ എന്നീ സ്ഥലങ്ങളിൽ 29 ഏകാദശി, 28 ഒരിക്കൽ, 29 ഏകാദശി, 30 പാരണ. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് 30 ഏകാദശി, 31 പാരണ. ഇനി അമേരിക്ക, ജോർദാൻ എന്നീ സ്ഥലങ്ങളിൽ 29 ഏകാദശി. അമേരിക്കയിൽ 29, ജോർദാനിൽ 29. അതുപോലെ ജർമ്മനിയിൽ 29 ഏകാദശി, 30 പാരണ വീടണം. അതുപോലെ മലേഷ്യയിലും 29 ഏകാദശി, 30 പാരണ. എന്നാൽ ഓസ്ട്രേലിയയിൽ 30 ഏകാദശി, 31 പാരണ. UK 29 ഏകാദശി, 30 പാരണ. സിംഗപ്പൂര് 29 ഏകാദശി, 30 പാരണ. സാംബിയയിലും 29 ഏകാദശി. എന്നാൽ ന്യൂസിലാൻഡിൽ 30 ഏകാദശി. മാലിദ്വീപ്സിലും 30 ഏകാദശി. വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയ 29 ഏകാദശി, 30 പാരണ. അർമേനിയയിലും 29 ഏകാദശി, 30 പാരണ. ചൈനയിൽ 29 ഏകാദശി, 30 പാരണ. ഇസ്രായേൽ 29 ഏകാദശി, 30 പാരണ. സൗത്ത് ആഫ്രിക്ക 29 ഏകാദശി, 30 പാരണ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ഇനി ഈ ചാനൽ മറ്റേതെങ്കിലും സ്ഥലത്തെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിട്ട് ചോദിച്ചോളൂ, ഏകാദശി എന്നാണെന്ന് നോക്കിയിട്ട് പറയാം. ഇത്തവണത്തെ ഏകാദശി അന്നദ ഏകാദശി. ഈ ഏകാദശിക്ക് അജ ഏകാദശി എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. മഹാദ്വാദശി പക്ഷവർദ്ധിനി മഹാദ്വാദശി.
എന്തിനാണ് ഏകാദശി വ്രതം എടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഏകാദശി വ്രതം എടുക്കുന്നത് ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാൻ വിഷ്ണുവിനെ, ശ്രീഹരി വിഷ്ണുവിനെ ആരാധിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. കലിയുഗമാണ്. വീണ്ടും വീണ്ടുമുള്ള ജനനം അത് നമുക്ക് ദോഷമേ വരുത്തൂ. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കും, വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, ജനിച്ചന്ന് മുതലേ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുമാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ജന്മത്തിൽ എൻ്റെ അറിവിൽ പാപങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്? നമ്മുടെ മുൻജന്മങ്ങളിലുള്ള ദോഷങ്ങൾ. അപ്പോൾ ആ പാപങ്ങളെല്ലാം അകറ്റി, ആ പാപദോഷങ്ങളെല്ലാം മാറ്റി നമുക്ക് ഭഗവാനിലൊരു ആശ്രയം, ഭഗവത് പാദങ്ങളിൽ നമുക്ക് ശരണം പ്രാപിക്കാനുള്ള അവസരമാണ് ഏകാദശി വ്രതം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, ലൗകിക ജീവികളാണ്, ആഗ്രഹങ്ങളുണ്ടാകും. ഭഗവാനാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള ഒരേ ഒരു ആശ്രയം. മറ്റാരും ഈ ലോകത്ത് നമ്മുടെ ഒരു ആഗ്രഹവും സാധിച്ചു തരില്ല. അതുകൊണ്ട് ആ ആഗ്രഹങ്ങൾ ഭഗവാനോടല്ലാതെ നമുക്ക് തുറന്നു പറയാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അതുകൊണ്ട് ധൈര്യമായി ഭഗവാനെ ആശ്രയിച്ചോളൂ. ഭഗവാൻ അത് തന്നെയാണ് നമുക്ക് പല കഥകളായി കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം 5 വീരന്മാരായ ഭർത്താക്കന്മാരുണ്ടായ ദ്രൗപദിക്ക് പോലും മാനം പോകുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ ആശ്രയമായി വന്നത് ഭഗവാൻ നാരായണനാണ്. 5 ഭർത്താക്കന്മാരാണ്, വീരന്മാരാണ്, തലകുനിച്ചിരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ദ്രൗപദി രജസ്വലയായിരുന്നു. ഇന്ന് പലരും പറയും, പീരീഡ്സ് ആകുമ്പോൾ നാമം ചൊല്ലരുത്, ഭഗവാനെ വിളിക്കരുത്. ദ്രൗപദിക്ക് പീരീഡ്സ് ആയിരുന്നു, രജസ്വലയായിരുന്നു. ആ സമയത്താണ് ഭഗവാനെ വിളിച്ചത്, ഭഗവാൻ ദേവിയുടെ മാനം രക്ഷിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാം. കുട്ടികൾക്ക് ഏകാദശി വ്രതം എടുക്കാം, വയസ്സായവർക്ക് ഏകാദശി വ്രതം എടുക്കാം. എന്നും കുളിക്കാൻ സാധിക്കാത്ത ചില മനുഷ്യർ കാണും, മരുന്ന് കഴിക്കുന്നുണ്ട്, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ കാണും. അവർക്ക് എല്ലാ ദിവസവും തലനനച്ച് കുളിക്കാൻ പറ്റില്ല. ശരീരമൊക്കെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട്, മനസ്സ് ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ഏകാദശി ഭക്ഷണങ്ങൾ കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഏകാദശി വ്രതം എടുക്കാം. അതായിരിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. വയ്യാത്ത അവസ്ഥയിലും അവരവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഭഗവാനെ വിളിക്കുന്ന, അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. പിന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴോ പുലയായിരിക്കുമ്പോഴോ ബാലായ്മ ആയിരിക്കുമ്പോഴോ ഒന്നും ക്ഷേത്രത്തിൽ പോകാറില്ല, വിളക്ക് കത്തിക്കാറില്ല. അതൊന്നും ചെയ്യണ്ട. അല്ലാതെ കുളിച്ച് ശുദ്ധമായിരുന്ന് ഏകാദശി ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന നാമം നമുക്ക് ജപിക്കാം. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രം യാതൊരു അശുദ്ധിയുമില്ല. ആർക്കും എപ്പോഴും കുളിക്കാതെയോ നനയ്ക്കാതെയോ ഏത് സാഹചര്യത്തിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാൻ പറ്റുന്ന മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് ജപിക്കാം, എപ്പോഴും ജപിക്കാം, നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അറിയാതെ തന്നെത്താൻ നമ്മുടെ ശരീരം ജപിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ജപിച്ച് നോക്കിക്കോളൂ, കുറേ കാലം നമ്മുടെ ശരീരം തന്നെ ജപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ദിവസ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുക. പാരണാ സമയം അടുത്ത വീഡിയോ ആയിട്ടിടാം. ഇനി ഏകാദശി വ്രതകഥ. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു, രാജാ ഹരിശ്ചന്ദ്ര. നമ്മുടെ രാമായണം സീരീസ് തുടങ്ങുന്ന ആ സമയത്താണ് ഇട്ടത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ രാമായണം എന്ന് പറയുന്ന ഫോൾഡറുണ്ട്. ആ ഫോൾഡറിനകത്ത് രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥ കിടപ്പുണ്ട്. രഘുവംശത്തിലെ രാജാവായിരുന്നു, ശ്രീരാമൻ്റെ മുൻഗാമിയായിരുന്നു. ഹരിശ്ചന്ദ്രൻ്റെ കഥ എല്ലാവർക്കും അറിയാം, വീണ്ടും പറയേണ്ട കാര്യമില്ല. നീതിമാനായിരുന്നു. അവസാനം അദ്ദേഹത്തിന് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം എവിടെ പോയി? ഒരു ശ്മശാനത്തിൽ ജോലിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ദുർവിധികളൊക്കെ വന്നത്? ഈ ജന്മത്തിൽ ഞാൻ വളരെ നീതിമാനായിരുന്നല്ലോ. എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര ദയോടു കൂടിയാണ് ഞാൻ എൻ്റെ പ്രജകളെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. കള്ളം പോലും പറയില്ല. പറഞ്ഞ വാക്ക് എങ്ങനെയായാലും സാധിക്കും. അതിൻ്റെ പേരിലാണ് രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്നത്. ഭാര്യയെയും മകനെയും പോലും വിൽക്കേണ്ടി വന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ദുർവിധി വന്നത്? എനിക്ക് ഈ ദുർവിധിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണു പറഞ്ഞു വിട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗൗതമ മുനി പ്രത്യക്ഷപ്പെടുന്നത്. ഗൗതമ മുനി നോക്കുമ്പോൾ
രാജാ ഹരിശ്ചന്ദ്രൻ ഈ വിധം ഇങ്ങനെ ഇരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവ് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചു, മാമുനെ, എനിക്ക് ഈ ദുരവസ്ഥയിൽ നിന്നും ഒരിക്കലും മോചനമില്ലേ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗതമമുനി പറഞ്ഞു കൊടുക്കുകയാണ്, അന്നദ ഏകാദശി വിദ്യാമണ്ണം എടുത്തുകൊള്ളുക. അന്നദ ഏകാദശി വിദ്യാമണ്ണം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. നമ്മൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ കഴിഞ്ഞ 7 ജന്മങ്ങളിലോ ചെയ്ത പാപങ്ങൾ മാറ്റി സ്വസ്ഥവും സമാധാനവുമായൊരു ജീവിതം നമുക്കുണ്ടാകും. അതുപോലെ നമ്മളെ ആരെങ്കിലും ആഭിചാരക്രിയകൾ, അതായത് നമ്മളുടെ പേരിൽ കൺദോഷം അങ്ങനെയൊക്കെ നമ്മൾ പറയും, ദൃഷ്ടിദോഷം, മറ്റുള്ളവരുടെ പ്രാക്കുദോഷം, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ നമ്മളെ ഏൽക്കുന്നുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കും. ശ്രീഹരി വിഷ്ണുവിൻ്റെ അപാരമായ കൃപയായിരിക്കും പിന്നെ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾക്ക് സ്വസ്ഥവും സമാധാനവുമായൊരു ജീവിതം. നമുക്കറിയാം, അത്രയും വലിയ ദുരിതത്തിലായിരുന്നു ആര്? രാജാ ഹരിശ്ചന്ദ്രൻ. ആ രാജാ ഹരിശ്ചന്ദ്രൻ്റെ ആ ദുരിതങ്ങളൊക്കെ നീക്കിയത് രാജാ ഹരിശ്ചന്ദ്രൻ ഈ ഏകാദശി വ്രതം എടുത്തതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ രാജാ ഹരിശ്ചന്ദ്രൻ ആ ഏകാദശി വ്രതം എടുത്തു, വിദ്യാമണ്ണം എടുത്തു, ഉപവസിച്ചു, ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു, നാമം ചൊല്ലി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി തിരിച്ചു രാജ്യവും എല്ലാം അദ്ദേഹത്തിന് കിട്ടിയതെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം മുടങ്ങാതെ എടുക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഉപവസിച്ച് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി എങ്ങനെയൊക്കെ ഏകാദശി വ്രതം എടുക്കാം? ജലം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, ഉപവസിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, പാലും പഴങ്ങളും ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, ഒരു നേരം പഴങ്ങളും പാലും ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം, ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം. ഏകാദശി പച്ചക്കറികളൊക്കെ ചേർത്ത് ഏകാദശി പുഴുക്കുണ്ടാക്കിക്കൊണ്ട് കഴിച്ചിട്ട് ഏകാദശി വ്രതം എടുക്കാം. 3 നേരവും ആഹാരം കഴിച്ച്, ഏകാദശി വിധി പ്രകാരം പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് 3 നേരവും ആഹാരം കഴിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാം. ഏകാദശി പുഴുക്ക് അതൊക്കെ, അല്ലെങ്കിൽ ഏകാദശിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പുകളൊക്കെ നമ്മുടെ 2ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവർക്ക് അത് പോയി കാണാം. പച്ചക്കറികൾ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ യാതൊരു വിധത്തിലുള്ള ധാന്യവർഗ്ഗങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, തിന, അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓട്സ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നിലക്കടല നമുക്ക് ഉപയോഗിക്കാം, അതായത് കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ചൗവരി, സാബുദന, അത് നമുക്ക് ഉപയോഗിക്കാം. സാബുദന പാലി കാച്ചി നമുക്ക് കുടിക്കാം, ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. അതും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് സാബുദന ഭഗവാൻ നൈവേദ്യമായിട്ട് വെക്കുന്നതെന്ന്. അതൊക്കെ നമുക്ക് നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഫുൾ മീലായിട്ട് തന്നെ നിൽക്കും. ഒരു നേരം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലരും ചോദിക്കുന്നത്, ചായ കുടിക്കാൻ പറ്റുമോ? കാരണം സ്ഥിരമായി ചായ കുടിക്കുമ്പോൾ, അങ്ങനെ കുടിച്ച് ശീലിച്ച ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, അവർക്ക് വ്രതം പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പം മൈഗ്രെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചായ നിർബന്ധമായും കുടിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്കത് പ്രശ്നം ഉണ്ടാക്കും. അത് മനസ്സിൻ്റെയാണ്, എങ്കിലും അതൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? 2, 3, 4 ചായ ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്നവർ ഒരു ചായ ആയിട്ട് കുറയ്ക്കുക. നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തിക്കൊണ്ടല്ല ഒരു വ്രതങ്ങളും എടുക്കേണ്ടത്. പക്ഷേ മറ്റ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി മുതലായ പദാർത്ഥങ്ങൾ, ഇതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചിലർക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പകലൊക്കെ ശകലം നേരം ഒന്ന് കണ്ണടഞ്ഞു പോകും. അത് അവരുറങ്ങുന്നതായിരിക്കത്തില്ല, ആ മരുന്നിൻ്റെ വീര്യം കൊണ്ട് ചിലപ്പോൾ കണ്ണടഞ്ഞു പോകുന്നതായിരിക്കാം. അതിലൊന്നും യാതൊരു ദോഷവുമില്ല. ഒരു വ്രതം അല്ലെങ്കിൽ ഏകാദശി എന്ന് പറയുമ്പോൾ നമുക്ക് പേടി തോന്നരുത്. വളരെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഇരുന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വ്രതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പേടി സ്വപ്നമായി മാറരുത്. പേടി സ്വപ്നമായി മാറിയാൽ എത്ര പേർക്ക് വ്രതം എടുക്കാൻ പറ്റും? എനിക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഏകാദശി എടുക്കാൻ പറ്റില്ല, വിധി ഇതാണ്, ഉപവസിക്കണമെന്നാണ്, എനിക്ക് പറ്റില്ല, അപ്പോൾ പിന്നെ എനിക്ക് ഏകാദശി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയൊന്നും ഭഗവാൻ പറയുന്നില്ല. നമ്മളുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മുടെ വ്രതക്രമം രൂപീകരിക്കുക. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകാദശിക്ക് നിഷിദ്ധമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, 2 നേരവും നാമം ചൊല്ലുക. കുളിച്ച് നാമം ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് നമ്മുടെ ആരോഗ്യം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ
ചെയ്യുക. വ്രതകഥ കേൾക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വായിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. കൃത്യസമയത്ത് തന്നെ പാരണ വീടുക. പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ചു കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി ആ സമയത്ത് അവിടെ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന തീർത്ഥം കുടിക്കുകയും ഭഗവാൻ എന്തെങ്കിലും വഴിപാടുകൾ വെക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, വ്രതം അവസാനിപ്പിച്ച് കഴിഞ്ഞൊരിക്കലും അന്നത്തെ ദിവസം പിറ്റേ ദിവസം എന്നാണോ നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്, അതായത് ഏകാദശിയുടെ പിറ്റേ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എപ്പോഴും സ്വാത്വികമായി തന്നെ ആ ദിവസവും കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളൂ. ഡേറ്റ് തെറ്റരുത്. ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അതിൽ നമ്മൾ സ്ഥിരമായി പറയുന്നതിൽ ഒരു രാജ്യത്ത് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. പാരണ അടുത്ത ദിവസം ഇടാം, പാരണാ സമയം. ആ സമയം നോക്കി എല്ലാവരും നാമം ചൊല്ലി വ്രതം അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏകാദശി നിർബന്ധമായും അവരവരെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും എടുത്ത് ശീലിക്കണം. ഹരേ കൃഷ്ണ.